യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ ആയിരിക്കാൻ സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. അനുനിമിഷം ദൈവം നമ്മെ ശക്തമായി ദൈവം നിർത്തി നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കരുതുന്ന ദൈവത്തിന്റെ എല്ലാ വിധങ്ങളെയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ടിടയായി തരും. ദൈവത്തിന്റെ കൃപയെ അനുഭവിപ്പാം, ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാം, കർത്താവിന്റെ സ്നേഹം ആഴമായിട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുക. ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. കേൾക്കുന്ന പ്രിയ ദൈവവൈതലെ, ഈ പകൽക്കാലം നാം കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിനകത്തും ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ ചില പദ്ധതികളുണ്ട്. ഞാനും നിങ്ങൾ അത് തിരിച്ചറിയുവാനായിട്ടിടയായി തീർണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം അതിന്റെ 11 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നമ്മെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അപ്പം നാം കടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മിൽ ദൈവം ഓരോന്ന് തരുന്നത് അത് ദൈവം വ്യക്തമായിട്ട് അറിഞ്ഞിട്ടത്ര. നാം പലപ്പോഴും പറയാറുണ്ട്, ഇതൊക്കെ കടന്നു വന്നത് ദൈവം അറിഞ്ഞില്ലേ, ദൈവം അറിഞ്ഞിട്ടല്ലേ കടന്നു വന്നത്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഇത്രയും കഷ്ടനഷ്ട ശോധനകളൊക്കെയും കടന്നു വന്നു എന്ന് നാം ചോദിച്ചിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം ആ ചോദ്യത്തിന്റെ ഒടുവിൽ നിൽക്കുമ്പോൾ ഈ പകൽക്കാലം പറയാനായിട്ടുള്ളത് അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായി അത്രേ. ഹല്ലേലൂയ. അത് നന്മയ്ക്കായി സകലതും ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നാം ചിലതിനകത്തൂടെ കടന്നു പോകുന്നത് ദൈവത്തിന് അതിനകത്തൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ചില രോഗങ്ങളായിരിക്കാം, ചില പ്രയാസങ്ങളായിരിക്കാം, ചില വേദനയുടെ അനുഭവങ്ങളായിരിക്കാം. പ്രിയ ദൈവമക്കളെ, അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന്, അതേ സ്തോത്രം. വെറുതെ ദൈവം നമ്മെ അതിൽ കൂടി കടത്തി വിടുകയില്ല എന്ന് ഞാൻ നിങ്ങളത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്ന അവിടെയാ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം. യോബിന്റെ പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. 42 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ യോബ് പറയുന്നുണ്ട്, നിനക്ക് സകലത കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. അപ്പോൾ യോബ് തിരിച്ചറിയുവാനായിട്ടിടയെ തീർന്നു. തന്റെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടതകൾ, കടന്നു വന്ന രോഗങ്ങൾ, കടന്നു വന്ന മറ്റുള്ളവരിൽ നിന്ന് കേട്ട വേദനിക്കുന്ന വാക്കുകൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നു? യോബ് തിരിച്ചറിയുവാനായിട്ടിടയായി തീർന്നു. ആ ഒരു തിരിച്ചറിവ് എന്ത് ചെയ്തു? യോബിനെ ഇത് പറയിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. നിനക്ക് സകലതും കഴിയുമെന്ന്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും. ഈ പകൽക്കാലം പ്രിയ ദൈവപൈതലെ, യോബിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി നഷ്ടത്തിന്റെ അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോ എന്തുകൊണ്ട് യോബിനെ കുറിച്ച് ദൈവം പറയുന്നുണ്ട്, അവൻ നേരുള്ളവനാ, നിഷ്കളങ്കനാ, ദോഷം വിട്ടവനാ. എന്തുകൊണ്ട് യോബിന് സാത്താൻ ചോദിച്ചപ്പോൾ വിട്ടുകൊടുത്തു എന്നൊരു ചോദ്യം നമുക്ക് കടന്നു വരാം. അവൻ ഇത്രയൊക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയല്ലേ, അവനിലൊരു കുറവുമില്ലല്ലോ, ദൈവം അവനെ സാക്ഷി പറയുന്നുണ്ടല്ലോ എന്ന് ഒരു മണ്ഡലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ പറയട്ടെ, യോബ് എന്ത് ചെയ്യുന്നു? നേരായി നടക്കുന്നവനെന്ന് ദൈവത്തിന് തെളിയിക്കുവാൻ ഒരു ടൈമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യോബിനോട് സാത്താൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ അവനുള്ളതൊക്കെ ഒന്ന് തൊട്. അവൻ ദൈവത്തെ തള്ളിപ്പറയുന്നത് കാണാം എന്നുള്ളൊരു വാദവുമായിട്ടാണ് യോബിന്റെ അടുക്കലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് യോബിനെ കുറിച്ച് സാത്താൻ പറയുന്നത്. അതിനെ തെളിയിച്ചു കൊടുക്കുക എന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. പ്രിയ ദൈവ പൈതലെ, ചിലതിനകത്തുനിന്ന് നാം മാറി നിൽക്കുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നു? എന്നെ നിങ്ങളെ ദൈവത്തിന് തെളിയിക്കണം. സ്തോത്രം.
നാം ചിലപ്പോൾ ചോദിച്ചിരിക്കാം, നാം ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടി ലഭിച്ചില്ല, മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിച്ചല്ലോ, അവർക്ക് ഉടനെ മറുപടി ലഭിച്ചല്ലോ, എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം എന്തേ മറുപടി വൈകുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാം. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് ചില മറുപടികൾ വൈകുന്നതിന് കാരണം ദൈവത്തിന് അതിനകത്ത് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കാരണം ചിലത് വൈകിയാലും നാം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുമെന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമെന്നും ദൈവത്തിന് അറിയാം. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, സ്തോത്രം, എലിസബത്തിന്റെ ജീവിതത്തിനകത്ത് സഹരിയാവിന്റെ ജീവിതത്തിനകത്തും അവർക്ക് വാർദ്ധക്യത്തിൽ അവർക്കൊരു തലമുറ ലഭിക്കുവാനായിട്ടിടയെത്തുന്നു. അവിടെ ഈ കാണുവാൻ സാധിക്കുന്നുണ്ട്, യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവർ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരാണ്. അവർ ശുശ്രൂഷ ചെയ്യുന്ന നിറപടി അവർ ചെയ്യുന്ന ഒരു വ്യക്തി കുടുംബമാണ്. അവരുടെ ജീവിതത്തിൽ തലമുറ ലഭിച്ചില്ല. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് അതിനകത്തൊരു പദ്ധതിയുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവിന്റെ ജനനത്തിന് തൊട്ടു മുമ്പായിട്ട് യേശു കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാനായിട്ട് യോഹന്നാൻ സ്നാപകൻ ജനിക്കേണ്ടത്. അതിനെ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ് എലിസബത്തിന്റെ ഗർഭപാത്രം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പൊ അതിന് ഏതെങ്കിലും ഒരു ടൈമിൽ അവർക്ക് കൊടുക്കുകയല്ല. അതിനറിയാം, യേശു കർത്താവ് മാനരക്ഷയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഏത് സമയത്ത് ഈ ലോകത്ത് കടന്നു വരണമെന്ന് പിതാവായ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു മുമ്പായി ആ യോഹന്നാൻ കടന്നു വരേണ്ടത്. ദൈവത്തിന് ഒന്നും തെറ്റുകയില്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കാത്തിരിപ്പുകൾ കടന്നു വരാം, ചിലപ്പോൾ വേദനിക്കുന്ന അനുഭവങ്ങളൊക്കെ കടന്നു വരാം അതിന്റെ മധ്യത്തിൽ. പക്ഷേ ഈ പകൽക്കാലം ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അതിനകത്ത് ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികൾ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ ഞാൻ അറിയുന്നു. ദൈവം അറിയാതെ അല്ല നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന. പ്രിയ ദൈവപൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില രോഗങ്ങൾ ദൈവം അറിയാതെ അല്ല. ചില നഷ്ടങ്ങൾ കടന്നു വന്നത്, ചില ബിസിനസ് മേഖലക്കകത്ത് പരാജയങ്ങൾ കടന്നു വന്നത് നിന്റെ തിന്മയ്ക്കല്ല, അത് ദൈവം അറിഞ്ഞിട്ട്. കാരണം എന്താ? സ്തോത്ര. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ തലയിൽ നിന്ന് രോമം തറയിൽ വീണമെങ്കിൽ അത് ദൈവം അറിയണമെന്ന് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഓരോ സാഹചര്യങ്ങളും ഓരോ സിറ്റുവേഷനുകളും ദൈവം അറിയാതെയല്ല. ആ ഒരു അനുഭവത്തിലേക്ക് അത് നാം തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. എന്റെ ജീവിതത്തിനകത്ത് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ജീവിതത്തിൽ ചില കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ കടന്നു വന്നത് എന്റെ ജീവിതത്തിനകത്തുള്ള ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് എന്നെ ദൈവം എത്തിക്കുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം. 4.5 വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തലമുറ ഇല്ലാതെ ഇരുന്നത്, അതിന് കാരണം ആ ഒരു 4.5 വർഷം എന്ന് പറയുന്നത് ദൈവത്തിന് എന്നെ കുറിച്ച്, ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത്, കർത്താവിന്റെ ഹൃദയത്തിനകത്ത് എന്നെയും എന്റെ കുടുംബത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് ഞങ്ങൾ എത്തിക്കുക വേണ്ടിയാ. അത് തിന്മയ്ക്കല്ല. ആ ഒരു ടൈം നമുക്ക് വേദന ഉണ്ടാകാം, നമുക്ക് പ്രയാസം ഉണ്ടാകാം, പല ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടി ഇല്ലാത്ത അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ ഞാൻ പറയട്ടെ, ഒടുവിൽ നമ്മൾ എത്തുമ്പോൾ പറയുവാനായിട്ട് ഇടയായിത്തീരും, ഇതിനു വേണ്ടിയായിരുന്നു ദൈവം എന്നെ ഇതിലെ കൂടെ കടത്തിവിട്ടു. എന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ കഷ്ടതയുടെ മധ്യത്തിൽ കൂടി നോക്കിയാലോ, ഓരോ ശോധനയുടെ മധ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായി പറയുവാനായിട്ട് എനിക്ക് കഴിയും. ഓരോ ആക്സിഡന്റിനകത്തായിരുന്നാലും പറയുവാനായിട്ട് കഴിയും, അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ തകർത്ത് കളയുവാനല്ല, ഞാനും നിങ്ങൾ ദൈവ പൈതലാണെന്ന് ദൈവത്തിന് തെളിയിക്കുവാൻ. ഏതൊക്കെ അനുഭവത്തിൽ കൂടി കടന്നു പോയാലും നാം ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് ദൈവത്തിന് തെളിയിക്കുവാൻ, നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് ദൈവത്തിന് തെളിയിക്കുവാൻ. സ്തോത്രം. ദാനിയേൽ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥനാ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, രേഖ എഴുതി കഴിയുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ ഇടാതെ വേണം ദാനിയേലിനെ എന്ത് ചെയ്യാം, ആ നിയമത്തെ ദൈവത്തിന് മാറ്റുവാനായിട്ട് കഴിയും. പക്ഷേ അതിനകത്തേക്ക് വിട്ടുകൊടുത്തതിന് കാരണം എന്താ? സിംഹത്തിന്റെ വായ് അടപ്പാൻ ശക്തിയുള്ളവനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഹല്ലേലൂയ രേഖ എഴുതിയ രാജാവിനെ കൊണ്ട് പറയിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാ. സ്തോത്രം, ഹല്ലേലൂയ. സിംഹത്തിന്മേൽ അധികാരമുള്ള ദൈവമെന്ന്, ഈ ലോകത്തിലെ സകല ശക്തിയുടെ മേൽ അധികാരമുള്ള, അതിന്റെ മേലാണ് ദൈവത്തിന്റെ പവർ എന്ന് തെളിയിക്കുവാനാ. സ്തോത്രം,
ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലെ നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ ചില പദ്ധതികൾ ഉണ്ട്. സ്തോത്ര. ആ ഒരു പദ്ധതി പ്രകാരമാണ് ഞാനും നിങ്ങൾ കടന്നു പോകുന്നത്. അതിനകത്ത് കഷ്ടതകൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം. കഷ്ടതയാവുന്ന തീച്ചൂളെ കൂടെ ദൈവം നമ്മെ കടത്തിവിടും. അവിടെ തകർന്നു പോകാനല്ല, യഥാർത്ഥ പൊന്നാക്കി ദൈവം പുറത്തെടുക്കുവാനാ, നമ്മുടെ മൂർച്ച കൂട്ടുവാനാ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കഷ്ടത വരുമ്പോഴല്ലേ നാം കർത്താവിനോട് അടുക്കുന്ന. ആ ഒരു കഷ്ടതയുടെ മധ്യം ചിന്തിച്ചാൽ മതി. നാം മാറി മാറി ഫോൺ എടുത്ത് വിളിക്കാറുണ്ട്. പക്ഷെ ചിലർ കോൾ എടുക്കാതെ ഇരിക്കുന്നുവെങ്കിലും നാം വിശ്വസിക്കണം, അതിനകത്തൊരു ദൈവപദ്ധതിയുണ്ട്. അവരോട് നാം കിറുകിറുപ്പ് കാണിക്കുവാനല്ല, അവരെന്നാലും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുക്കുവാനല്ല. നാം നേരെ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനാ റൂമിനകത്തേക്ക് കയറണം. കാരണം അവിടെ ദൈവത്തിന് നിന്നോട് ചിലത് സംസാരിപ്പാനുണ്ട്. സ്തോത്രം. നാം നിരാശപ്പെട്ടു പോകാനല്ല. സ്തോത്രം. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടന്നു. അവർ ദൈവത്തെ എന്ത് ചെയ്തു? അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ദൈവത്തെ പാടി ആരാധിക്കുവാനായിട്ട് ഇടയെത്തുന്നു. പൗലോസിന് അറിയാം, തങ്ങളെ ഈ ഒരു അനുഭവത്തിലൂടെ കടത്തിവിട്ടതിന് ഒരു ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കകത്തേക്ക് ഞാനും നിങ്ങൾ കയറണമെങ്കിൽ നാം അത് തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് അർദ്ധരാത്രി, അടുത്ത നിമിഷം എന്താണ് അവരുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുമെന്ന് അവർക്കറിയില്ല. പക്ഷേ ആ ഒരു ടൈമിനകത്ത് അവർ ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? തടവുകാർ അവിടെ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പെട്ടെന്ന് അവിടെ വലിയ ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നുണ്ട്. വാതിൽ തുറന്നു പോകുന്നു. എല്ലാവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഒരു അനുഭവമാണ് കാരാഗ്രഹ പ്രമാണി കാണുവാനായിട്ട് ഇടയായി തീർന്നത്. കാരാഗ്രഹ പ്രമാണി കാണുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴാണ് പൗലോസിനോട് ചോദിക്കുന്നത്, ഞാൻ രക്ഷപ്പെടുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. സ്തോത്രം. പ്രിയതേ മക്കളെ, പലതിനകത്ത് ദൈവം നമ്മെ കൊണ്ടാക്കുന്നുവെങ്കിൽ അതിനകത്ത് വ്യക്തമായി ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ രക്ഷ പ്രാപിക്കുവാൻ ആ കുടുംബം വീടടക്കം അവിടെ വചനത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുന്നു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചത് വീടടക്കം ആനന്ദിച്ചു എന്ന് കാണുവാൻ ശ്രദ്ധിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ചിലതിനകത്തൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത് മറ്റ് ചിലരുടെ വിടുതലിന് വേണ്ടിയാ. മറ്റ് ചിലരെ കൂടെ ആനന്ദത്തിലേക്ക്, നാം അറിഞ്ഞ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് ഞാനും നിങ്ങൾ ആ പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനും നിങ്ങൾ അതിലേക്ക് സമർപ്പിക്കപ്പെടുവാൻ, അതിലേക്ക് ഒരുങ്ങുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നിനക്ക് ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന് വ്യക്തമായി ചില പദ്ധതികളുണ്ട്. സ്തോത്രം. അത് തിരിച്ചറിയണം. ദൈവം നിന്നെ മേൽ ചില കൃപകൾ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് അസാധാരണമായി ഇരിക്കുമ്പോൾ, നീ വെറുതെ ഇരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുവാൻ ഒരു പ്രേരണ തരുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. അത് നാം തിരിച്ചറിയണം. ചിലപ്പോൾ നമ്മുടെ ചില വിടുതലിന് വേണ്ടി ആയിരിക്കാം, ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ഒരു വിടുതലിന് വേണ്ടി ആയിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു തിരിച്ചറിവിലേക്ക് കയറണം. ജോസഫിന്റെ ജീവിതത്തിനകത്ത് ഒരു ദർശനം കൊടുത്തു, ഒരു സ്വപ്നം കൊടുത്തു. എന്തിനു വേണ്ടിയാ? ജോസഫിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്കാണ് ആർക്കുമില്ലാത്ത ഒരു കഷ്ടതയിൽ കൂടി താൻ കടന്നു പോകേണ്ടി വന്നു. ജോസഫിന്റെ സഹോദരങ്ങളിൽ നിന്ന് സഹാരങ്ങൾ കേൾക്കേണ്ടി വന്നു. വെറുക്കപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു വന്നു. കൂടെ സഹോദരങ്ങളുണ്ട്. ആർക്കുമില്ലാത്ത ഒന്നെന്തേ ജോസഫിന്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്തു എന്ന് ചോദിച്ചാ ദർശനം ജോസഫിന്റെ മേലെ കിടക്കുന്നത്. ദൈവത്തിനറിയാം ഇവന് മേൽ ദർശനത്തെ കൊടുത്ത ഇവൻ ആ ദർശനത്തിലേക്ക് എത്തിക്കുവാൻ പല വഴി കൂടി കടന്നു പോകേണ്ടി വരും. പക്ഷേ അവിടേക്ക് കടന്നു പോയാലാ ദർശനത്തിൽ എത്തേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കൈക്കീഴിൽ അവൻ താണിരിക്കുമെന്ന് ദൈവത്തിന് അറിയാം. എന്നെ നിങ്ങളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവം അത്രേ. സ്തോത്ര. മറ്റുള്ളവർക്ക് ചിലപ്പോൾ കഷ്ടതയില്ല എങ്കിൽ, നിനക്കൊരു കഷ്ടത ഉണ്ടെങ്കിൽ എന്തേ അവന് കൊണ്ട് വന്നില്ല? പ്രിയ ദൈവത്തിൽ നീ കഷ്ടതയുടെ മധ്യത്തില് നീ ആരെയാ നോക്കുമെന്ന്, നീ ദൈവത്തിന്റെ നിൽക്കുമെന്ന് ദൈവത്തിന് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാ മറ്റാർക്കുമില്ലാത്ത ചില കഷ്ടതകൾ, ചില ശോധനകളും ചില വേദനകൾ കടന്നു വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മേൽ കിടക്കുന്ന ദർശനങ്ങൾ, ദൈവം നിന്നെ മേൽ തന്നിരിക്കുന്ന സ്വപ്നങ്ങൾ, അതിന്റെ ആഴം വലുതാകും തോറും ഹല്ലേലൂയ ചിലതിൽ കൂടി നീ കടന്നു പോകേണ്ടി വരും. സ്തോത്രം. പക്ഷെ അവിടെ ഒക്കെയും എന്ത് ചെയ്യുന്നു? നമുക്ക് ദൈവത്തിന്റെ കൃപ തരുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ ഒന്നും ഞാനും നിങ്ങൾ തകർന്നു പോകാനായിട്ട് ഇടയാകത്തില്ല. സ്തോത്രം.
ആ ഒരു അനുഭവത്തിലേക്ക് നാം കടക്കുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദാനിയേലിന്റെ ജീവിതത്തിൽ ഞാൻ പറയുവാനായിട്ട് ഇടയെ തീർന്നു. അവന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത അത്ഭുതം. സിംഹത്തിന്റെ വായ അടച്ചു. എഴുതിയ രാജാവിനെ കൊണ്ട് പറയിക്കുവാനായിട്ട് ഇടയെ തീർന്നു. ദാനിയേൽ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവമത്രേ ജീവനുള്ള ദൈവമെന്ന്. പ്രിയതേ മക്കളെ, ചില കഷ്ടതകൾ മാറിക്കൂടെ എന്ന് നാം ചോദിക്കാറില്ലേ? ആ കഷ്ടതയിൽ കൂടി നീ കടന്നു പോകണമെന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ നിശ്ചയമായിട്ട് കടന്നു പോകണം. കാരണം എന്താ? അതിനകത്ത് ദൈവത്തിന് നിന്നെ തെളിയിക്കുവാനായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു പദ്ധതിയിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാ യേശു കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് ചെയ്യുവാനായിട്ട് ഇടയെത്തുന്നു. ദൈവത്തോട് പിതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയെത്തുന്നു. പിതാവേ, സ്തോത്രം, കഴിയുമെങ്കിൽ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം മാത്രമായി തീരട്ടെ. ആ പാനപാത്രത്തിന്റെ കാഠിന്യം എന്തെന്ന് യേശു കർത്താവിന് നന്നായിട്ട് അറിയാം. എന്നിട്ടാ പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെ കാണുവാൻ സാധിക്കുന്നു, ഇത് കുടിക്കണം എന്നത് ദൈവത്തിന്റെ പദ്ധതി. എങ്കിൽ അതിനായി സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പുത്രനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ കാണുന്നു, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി തന്നെ ശക്തിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. കാരണം പിതാവിന്റെ പദ്ധതിയായിരുന്നു മാനവരാശിയുടെ വീണ്ടും രക്തം ചൊരിഞ്ഞിട്ടല്ല വിമോചനമില്ല എന്ന് വചനത്തിൽ കാണുമ്പോ ആ രക്തം ചൊരിയുവാനായിട്ട് വേറൊരു മാർഗവുമില്ല. തന്റെ സ്വന്തം ഓമന പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ച് ക്രൂശിൽ തകർത്ത് കളയുവാൻ, ക്രൂശിൽ വച്ച് സ്തോത്രം നമ്മെ വീണ്ടെടുക്കേണ്ടതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. സ്തോത്രം. ആ ഒരു പദ്ധതിയിലേക്ക് യേശു കർത്താവ് കടക്കുവാൻ ഇടയായത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ആ രക്ഷയുടെ അനുഭവം അനുഭവിക്കുവാനായിട്ട് ഇടയെത്തുന്ന ഞങ്ങൾ ഈ സൗഭാഗ്യം അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇതിൽ പരം മറ്റൊരു വലിയൊരു ഭാഗ്യമില്ല. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഓരോ വിഷയത്തിനകത്തും വ്യക്തമായി ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. സ്തോത്രം. നമ്മെ അതിൽ കൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ, നമ്മെ ആ വിഷയം നമ്മുടെ മുമ്പിൽ കടന്നു വന്ന നാം അതിനകത്ത് തകർന്നു പോകത്തില്ലെന്ന് കർത്താവിന് അറിയാം. സ്തോത്രം. അതുകൊണ്ട് ഒരിക്കൽ സ്തോത്രം യേശു കർത്താവ് പറയും, പത്രോസിനോട് പറയുന്നു, നിന്നെ ഗോതമ്പ് ഗോതമ്പിനെ പോലെ പാറ്റേണ്ടതിനായിട്ട് സാത്താൻ അനുവാദം ചോദിച്ച് ഞാൻ വിട്ടുകൊടുത്തില്ല, നിന്റെ വിശ്വാസം പോയി പോകുമെന്ന് വിചാരിച്ചേ. പ്രിയതേ മക്കളെ, ഞാൻ പറയട്ടെ, നമ്മെ തകർത്തു കളയുവാനല്ല, നാം ഇതിനകത്തൂടെ നമ്മെ വിട്ടുകഴിഞ്ഞാൽ നാം അതിനകത്ത് നിൽക്കുമെന്ന് ദൈവത്തിന് അറിയാം. എന്നിട്ടാ ദൈവം നമ്മെ ചിലതിനകത്തൂടെ വിടുന്നത്. സ്തോത്രം. അതിനകത്തുള്ള ദൈവ പദ്ധതി എന്തെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുവാനായിട്ട് എത്തണം. പത്രോസിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു ശൂന്യതയുണ്ട്. എന്തിനാ ശൂന്യത? ആ പടകിനകത്ത് ഒരു നിറയ്ക്കുവാൻ കഴിയുന്ന കർത്താവ് ഉണ്ടെന്നറിയിക്കുവാൻ. അത് മാത്രമല്ല, ആ പത്രോസിന്റെ പടകിന്റെ ശൂന്യതയെ മാറ്റി ഒരു നിറവ് കൊടുക്കുവാൻ, ആ നിറവ് മറ്റുള്ളവർക്ക് കൂടി ഒരു നിറവിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. സ്തോത്രം. ഈ പകൽക്കാലം അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോ പ്രിയ ദൈവത്തിലെ നിന്റെ ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു കൃപ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്റെ കുടുംബത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. നാം പ്രാർത്ഥിക്കണം ദൈവത്തോട്, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം എനിക്ക് മുന്നോട്ട് പോകാൻ ഇടയാകണമേ. നമ്മുടെ പദ്ധതി വേണ്ട, നമ്മുടെ പദ്ധതികളും നമ്മുടെ സ്തോത്രം ആഗ്രഹങ്ങളൊക്കെയും പലപ്പോഴും പരാജയത്തിലേക്ക് എത്തിച്ചേരാം. പക്ഷേ നമ്മുടെ പദ്ധതി ദൈവത്തിൻ്റെതുമായിട്ട്, നമ്മുടെ ആഗ്രഹം ദൈവത്തിൻ്റെതുമായിട്ട് കൂട്ടിമുട്ടലിലേക്ക് എത്തുമ്പോഴാണ് അവിടെ വിടുതലുകൾ സംഭവിക്കുന്നത്. അതാ പൗലൂസിന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു എന്ത് ചെയ്യുന്നു, റോമിൽ കടന്നുപോയി ദൈവത്തെക്കുറിച്ച് പറയുക എന്നത്. ഈ ഒരു ആഗ്രഹം ദൈവത്തിൻ്റെതുമായിട്ട് ഒത്തുചേരുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴാണ് ദൈവത്തിന്റെ ആലോചനേതും മാറുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. അവിടെ നിന്ന് കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നുവെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, പൗലോസിനെ റോമിൽ ദൈവം കൊണ്ട് എത്തിച്ചു. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നീ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കടന്നു വന്നു കഴിഞ്ഞാലും പ്രിയ ദൈവ പൈതലേ, അതിനകത്ത് എന്ത് ചെയ്യുന്നു, ദൈവം നമ്മെ പരിപാലിക്കുവാനായിട്ട് ഇടയത്തിനും ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുവാനായിട്ട് ഇടയത്തിനും നാം മറ്റുള്ളവരുടെ മുമ്പ് തല കുനിക്കുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. സ്തോത്രം. യോബിന്റെ ജീവിതത്തിൽ നമുക്ക് ഞാൻ പറയുവാനായിട്ട് ഇടയത്തിരുന്നു. യോബ് പറഞ്ഞു, നിനക്ക് സകലം കഴിയുമെന്ന്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന്. യോബ് ആരാണെന്ന് ദൈവത്തിന് തെളിയിക്കുക
എന്നൊരു പദ്ധതിയായിരുന്നു. അത് മാത്രമല്ല, അവിടെ 42-ന്റെ 5-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണ് നിന്നെ കാണുന്നു. ഒരു കേൾവി. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാല മറ്റുള്ളവരെ ദൈവം വിടുവിച്ചു എന്നൊരു സാക്ഷ്യം നാം കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചിലതിൽ കൂടെ കടത്തി വിട്ടിട്ട് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമെന്ന് നിന്നിൽ കൂടെ ഒരു സാക്ഷി പുറത്തു വരുവാൻ, നാം രുചിച്ചറിഞ്ഞുന്ന കർത്താവിനെ കുറിച്ച് പറയുവാൻ. സ്തോത്രം. ഈ സമയത്ത് ഞാൻ പറയുമ്പോ പ്രിയ ദൈവമക്കളെ, എന്റെ ജീവിതത്തിനകത്തെ കുറിച്ച് എനിക്ക് പറയണമെങ്കിൽ, സ്തോത്രം, എന്റെ ദൈവത്തെ കുറിച്ച് എനിക്ക് അധികമായിട്ട് പറയണമെങ്കിൽ ഞാൻ എന്റെ ദൈവത്തെ ആഴമായിട്ട് രുചിച്ചറിയണം. സ്തോത്രം. മറ്റുള്ളവരെ വിടുവിച്ച് അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറയുമ്പോ എന്റെ ദൈവമെന്ന് എനിക്ക് പറയണമെങ്കിൽ ദൈവത്തെ നാം രുചിക്കുവാനായിട്ട് ഇടയത്തീരണം. എന്റെ ജീവിതത്തിനകത്ത് ചില വിടുതലുകൾ നടക്കുവാനായിട്ട് ഇടയത്തീരണം. അതാ ജനത്തെ ഉറപ്പിക്കുവാനായിട്ട് ഇടയത്തീരണം. എനിക്ക് തലമുറ ഇല്ലാതിരുന്നപ്പോ എനിക്ക് ദൈവം തലമുറ തന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് തന്നു എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ ഉറപ്പിക്കണമെങ്കിൽ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ട് അതിനകത്തുനിന്നൊരു വിടുതൽ പ്രാപിക്കുമ്പോൾ എനിക്കൊരു ജീവനെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതാ യോബ് പറഞ്ഞത്, ഒരു കേൾവി കേട്ടിട്ടുണ്ട് ദൈവത്തെക്കുറിച്ച്, പക്ഷേ ഇപ്പോഴെന്റെ കണ്ണാൽ കാണുന്നു. ചിലത് ജീവിതത്തിനകത്ത് കടന്നു വരുന്നത് നിന്റെ ദൈവം ആരാണെന്ന് ദൈവത്തിനെ നിന്നെ കൂടി തെളിയിക്കുവാനാ, നാം ഒന്ന് തിരിച്ചറിയുവാനാ. ഏത് കഷ്ടതയുടെ മധ്യത്തിലും ലോകം നമ്മെ കൈവിടുമ്പോഴും കർത്താവ് കൈവിടുകയില്ല, കൂടെ ഇരിക്കുമെന്ന് ദൈവത്തിന് നിന്നെ വെളിപ്പെടുത്തി തരുവാൻ. സ്തോത്രം. ആ ഒരു അനുഭവത്തിലേക്ക് കയറിയപ്പോ യോബിന്റെ ജീവിതത്തിൽ കാണുമ്പോൾ സാധിക്കുന്നു, തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെയും ഇരട്ടിയായിട്ട് ദൈവം മടക്കി കൊടുക്കുവാനായിട്ടിടയെത്തുന്നു. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നീ മുന്നോട്ട് കടന്നു പോകുമ്പോ ചില നഷ്ടങ്ങൾ കടന്നു വരാം, കഷ്ടങ്ങൾ കടന്നു വരാം, പക്ഷേ അതിനെ ഒക്കെയും ദൈവം മടക്കി തരുവാനായിട്ടിടയായി തീരും. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവർക്ക് കാറ്റ് പ്രതികൂലമായ തന്റെ ചരക്കുകളെല്ലാം കൊണ്ടുപോയതെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിയുവാനായിട്ടിടയെത്തുന്നു. എന്നാ റോമിലേക്ക് എത്തുന്നതിന് മുമ്പേ ഒരു റൂട്ട് മാറ്റിയതുപോലെ മെലിത്തയിലെത്തി. മെലിത്തയിൽ വച്ച് അവർക്ക് ആവശ്യമായതൊക്കെയും കയറ്റി കൊടുക്കുവാൻ അവിടെ ഉള്ളവരുടെ ഉള്ളത്തെ ദൈവം ഇടപെടുവാനായിട്ടിടയെത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നീ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത, നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് പറയുവാൻ, നീ പരാജയപ്പെട്ടു എന്ന് പറയുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. ചില സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ പറയാം, അത് ഇവള് പ്രാർത്ഥിച്ചിട്ട് ഇവള് ഇറങ്ങി തിരിച്ചില്ലേ കർത്താവിന് വേണ്ടി, എന്നിട്ട് എന്തേ കിട്ടിയില്ല, എന്തേ മറുപടി കിട്ടിയില്ല, എന്തേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, കരഞ്ഞിട്ട് എന്തേ മറുപടി കിട്ടിയില്ല എന്ന ചോദ്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ അത് കണ്ടിന്യൂ ആയി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ മറുപടിയായിട്ട് ദൈവം നിർത്തുവാനായിട്ടിടയത്തില്ല. നഷ്ടപ്പെട്ടതിനെ ദൈവം നിന്റെ ജീവിതത്തെ മടക്കി തരുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. നീ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, നീ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ഞാൻ പറയട്ടെ, ലോകത്തിന്റെ മുമ്പാകെ നിന്നെ പരസ്യമാക്കി നിർത്തുവാൻ, ലോകത്തിന്റെ മുമ്പാകെ നീ ഒരു പരാജയമെന്ന് പറയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ലോകത്തിന് തോന്നാം പരാജയപ്പെടുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വരെ വരാം, പക്ഷേ അതിനകത്ത് നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അത്ഭുതമാക്കി നിർത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ചിലപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജോലി മേഖലയ്ക്കകത്ത് ആർക്കുമില്ലാത്ത ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുമായിരിക്കാം, എതിർപ്പുകൾ കാണുമായിരിക്കാം, നിങ്ങൾക്കെതിരായി പദ്ധതികൾ ഒരുക്കുന്നവർ കാണുമായിരിക്കാം. പക്ഷേ ദൈവ പൈതലെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വിശ്വസ്തത അവിടെ തെളിയിക്കുന്നതിന് വേണ്ടിയാ. നീ ചെയ്യാത്ത കുറ്റത്തിനും നീ ചെയ്യാത്തതിന് നീ പഴി കേൾക്കേണ്ടി വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, അതിനകത്ത് നീ ആരാണെന്ന് ദൈവത്തിന് തെളിയിക്കുവാൻ ഒരു പദ്ധതി ഉണ്ട്. സ്തോത്രം. അതിന് ചില വില കൊടുക്കേണ്ടി വരും. സ്തോത്രം. നാം റിസ്ക് എടുക്കേണ്ടി വരും. സ്തോത്രം. അവിടെ നാം പതറിപ്പോകാനല്ല. എന്റെ കൈകളിൽ കറയില്ല, എന്നിട്ടും ഞാൻ ഇതല്ലേ അനുഭവിക്കുന്നത്. ഇവിടെ എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല, എന്നെ ഉൾക്കൊള്ളുവാൻ ആരുമില്ല എന്ന് ഓർത്ത് നിരാശപ്പെട്ടു പോകാനല്ല. അവിടെ വിശ്വസിക്കണം, ഇതിനകത്തൊരു പദ്ധതി ഉണ്ട്. സ്തോത്രം. നിന്നെ ആ കമ്പനി തെളിയിക്കുന്നതിന് വേണ്ടിയാ നീ വിശ്വസ്തനെന്ന്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത്, യോബ് നേരോടെ നടക്കുന്നവൻ എന്ന് ദൈവത്തിന് തെളിയിക്കണമായിരുന്നു. സ്തോത്രം. സാത്താന്റെ മുമ്പിൽ. സ്തോത്രം.
ഹല്ലേലൂയ. അപ്പോൾ നമുക്കെതിരായി ചെയ്യാത്തതിനും കുറ്റം പറയുവാനിടയത്തിനും നീ എന്ത് ചെയ്താലും അതിനകത്ത് ഒരു തൃപ്തിപ്പെടാത്ത ഒരു ഭാഗം ചിലപ്പോൾ കമ്പനിക്കകത്ത് കാണുമായിരിക്കാം. നിന്നെ കാണുമ്പോൾ തന്നെ വൈരാഗ്യം കാണിക്കുന്നവർ കാണുമായിരിക്കാം. പക്ഷെ പ്രിയ ദൈവ പൈതലേ, നീ ദൈവ പൈതലാണെന്ന് തിരിച്ചറിയണം. സ്തോത്രം. അവിടെ നീ മൗനമായിട്ട് നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാക്ക്, ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് തയ്യാറാക്ക്. സ്തോത്രം. നിന്നെ അവിടെ ആക്കിയിരിക്കുന്ന ആ ഒരു പദ്ധതി കൂടി കടത്തിവിടുന്നതിന്റെ ദൈവത്തിന്റെ പദ്ധതി അതിന് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതി ഉണ്ട്. സ്തോത്രം. ചിലപ്പോൾ കടന്നു വന്ന ചില രോഗമായിരിക്കാം നിന്റെ ജീവിതത്തിനകത്ത്. ഹല്ലേലൂയ. അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ചില കഷ്ടങ്ങൾ കടന്നു വന്ന് കാണുമായിരിക്കാം. ഹല്ലേലൂയ. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത അനുഭവത്തിൽ ചില പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന് കാണുമായിരിക്കാം. പക്ഷെ ഇപ്പോൾ കാലം ഞാൻ പറയട്ടെ, അതിനകത്തൊക്കെയും എന്റെ കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. ചില കഷ്ടങ്ങൾ അല്ലെങ്കിൽ കൂടെ നിന്നവർ നമ്മെ തള്ളിക്കളയുന്ന അനുഭവങ്ങൾ കാണുമായിരിക്കാം. പ്രിയ ദൈവമക്കളെ, പലരും നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരും നമ്മെ തള്ളിക്കളഞ്ഞത് കൊണ്ട് സഹായത്തിനായിട്ട് ആരും ഇല്ലാതിരുന്നപ്പോഴല്ലേ സ്തോത്രം നമ്മ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. നിന്റെ ഉള്ളിൽ കർത്താവിന്റെ സ്നേഹത്തെ പകർന്നു തരിക എന്നത് ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ തലമുറയെ കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ എങ്ങനെ കർത്താവിന്റെ വലയത്തിനകത്ത് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവിന്റെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരു പദ്ധതിയുണ്ട്. സ്തോത്രം. അതിനകത്താ പണിയപ്പെടേണ്ടത്, അതിനകത്തൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത്. നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട്, അതുകൊണ്ട് വചനം പറയും, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ പഠിപ്പിക്കണമേ, നിന്റെ നല്ല ആത്മാവിന്റെ നേർനിരത്തിൽ വഴി നടത്തണമേ. വഴി ഇതാകുന്നു എന്ന് പറഞ്ഞു തന്ന ആലോചന നടത്തുന്ന ഒരു ദൈവം. ആ വഴി തിരഞ്ഞെടുത്തു പോകുമ്പോഴാണ് ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് നമ്മെക്കുറിച്ച് ആഗ്രഹം. നമുക്കറിയാം, നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ചെറിയ രീതിയിലായിരുന്നാലോ ഓരോ ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിൽ കാണും. അതിനകത്തേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ആ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യുന്നത്, സന്തോഷം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരുന്നത്. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് എന്നെ നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. സ്തോത്രം. അതാ പറയാം, തിന്മയ്ക്കല്ല. അതിൽ കൂടി കടന്നു പോകുമ്പോ നമ്മൾ ചോദിച്ചിരിക്കാം, തിന്മയാണോ? അയ്യോ, വേദനയാണല്ലോ, പൊട്ടക്കിണറാണല്ലോ, കാരാഗ്രഹമാണല്ലോ, സിംഹത്തിന്റെ കുഴിയാണല്ലോ, തീയുടെ ശക്തി 7 മടങ്ങ് വർദ്ധിക്കുന്നതാണല്ലോ, ഇതൊക്കെ തോന്നിയിരിക്കും. പക്ഷേ അതിനകത്തെല്ലാം എന്ത് ചെയ്യുന്നു? ഒരു നന്മയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന്, നീ ഇടവിടാതെ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്, കഷ്ടത്തിലും നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് നിന്നെ കൂടി ദൈവത്തിന് തെളിയിക്കുവാനാ. സ്തോത്രം. ദൈവത്തിലെ പൽക്കാലം നിന്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായി ചില പദ്ധതികളുണ്ട്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ പകൽക്കാലം തിരിച്ചറിയണം. ഹല്ലേലൂയ. നിന്റെ മേൽ ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ ഒരു ദൈവ പദ്ധതിയിലേക്ക് ഞാൻ നിങ്ങൾ കയറുവാൻ തയ്യാറാക്കുക. കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആ ഒരു പദ്ധതി പ്രകാരം എന്നെ മുന്നോട്ട് വഴി നടത്തണമേ. വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. അത് നിന്നെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്നും കടന്നു വരുന്നില്ല. ഓരോ മേഖലയ്ക്കകത്ത് നാം കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി ദൈവം അറിഞ്ഞിട്ടത്രേ. നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അറിയുന്ന നല്ലൊരു ദൈവം. ഇന്നവ എന്നറിയുന്നു. അത് അപ്പൊ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. ചിലപ്പോൾ വിചാരിച്ചിരിക്കാം, എന്ത് കഷ്ടതയാ ജീവിതത്തിൽ. തിന്മയ്ക്കായി ശത്രു കൊണ്ടുവരുന്നതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ അകറ്റി നിർത്തുന്നുണ്ടായിരിക്കാം. നിങ്ങളെ അകറ്റി നിർത്തുന്നവർ ചേർത്തണയ്ക്കുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. നിങ്ങളെ മാറ്റി നിർത്തിയവർ നിങ്ങളെ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളൊരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. സ്തോത്രം. എന്തിനും നിങ്ങളെ കുറ്റം പറഞ്ഞവ, നിങ്ങളെ പഴിച്ചവ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന ഒരു നാൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്ന് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ.
ഇന്ന് അവർ പഴിച്ചു കൊള്ളട്ടെ, ഇന്ന് അവർ നമ്മളെ ദുഷിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ. പഴയ ദുഷികളും നിന്ദകളൊക്കെ കയറി വരുമ്പോഴും ആത്മരക്ഷനിലേക്ക് ഒന്ന് നോക്കുക. സ്തോത്രം. ആ കർത്താവിലേക്ക് ഒന്ന് നോക്കിയിട്ട് നമ്മൾ ധൈര്യപ്പെടുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. അതുകൊണ്ട് പൗലോസിനോട് കർത്താവ് പറഞ്ഞ ദൂതൻ ഇറങ്ങിയിട്ട് പറയുന്നത്, നിന്റെ പ്രാണന് ഹാനി വരികയില്ല, നിന്റെ കൂടെയുള്ളവരെ നിന്റെ കരത്തിൽ ഏൽപ്പിച്ചു തരും. സ്തോത്രം. പ്രിയതേ മക്കളെ, ചിലതിന് നമ്മുടെ കരത്തിൽ തരുവാൻ, നമ്മളെ കൂടി കർത്താവിന്റെ വെളിച്ചത്തെ അവരുടെ ഉള്ളിൽ പകർന്നു കൊടുക്കാൻ കർത്താവ് നമ്മെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അതിനുവേണ്ടി ദൈവം ചിലതിൽ കൂടി കടത്തിവിടും. കാരണം ആ കഷ്ടത എന്ത് ചെയ്ത് തകർത്തതല്ല, അതിനകത്ത് ദൈവം നമ്മെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ, നാം മറ്റുള്ളവർ മധ്യ ഒരു ജീവന്റെ സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു വിടുതലായി തീരും. സ്തോത്രം. ഇരുളിൽ കിടക്കുന്ന ജനം വെളിച്ചം കാണുവാനായിട്ട് ഇടയായിത്തീരും. ആ കഷ്ടത നമ്മുടെ ഒത്തിരി ചോദ്യങ്ങളിലേക്ക് എത്തിക്കാം. എന്തുകൊണ്ട് കർത്താവേ? ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്നവർ കർത്താവ് ദൈവം തന്നെ സാക്ഷി പറഞ്ഞത് അയ്യോവിനെ പറ്റി, സഖരിയാവിനെ പറ്റി കർത്താവാ പറഞ്ഞത് അവരാരാണെന്ന്. സ്തോത്രം. കഷ്ടതകൾ കടന്നു വരുമ്പോ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതിരിക്കുമ്പോ ലോകം കുറ്റങ്ങൾ പറയാം, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് പറയാം. പക്ഷേ ഞാനും നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയതേ മക്കൾ, ലോകം എന്ത് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നമുക്കൊരു ഉറപ്പ് വേണം. ഹല്ലേലൂയ. നമ്മുടെ കൈകളിൽ കറയില്ല എങ്കിൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് മാലിന്യതകളില്ല എങ്കിൽ, നാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് നിന്ന് ചോദ്യം ചോദിച്ചവരുടെ മുമ്പിൽ ദൈവം മറുപടിയായി നിർത്തുമെന്ന് വിശ്വസിക്കണം. ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കുമെന്ന് നാം വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീരണം. അതാ പറഞ്ഞത്, അപ്പൊ തിന്മയ്ക്കല്ല, നമുക്ക് തിന്മ വരുത്താത്ത ദൈവം. ഹല്ലേലൂയ. നമുക്ക് കടക്കാൻ പറ്റാത്ത പരീക്ഷകളിൽ കൂടി കർത്താവ് നമ്മെ കടത്തിവിടുകയില്ല. നീക്കുപോക്കുകൾ തരുന്ന ദൈവം, അതിനോടൊപ്പം നമുക്ക് വിടുതൽ തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എന്ന് നിന്നെ രോഗത്തിലാക്കി ഇടുവാനല്ല, എന്ന് നിന്നെ കഷ്ടത്തിലാക്കി ഇടുവാനല്ല, അതിന്റെ മധ്യത്തിൽ നിന്ന് ഇന്ന് ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, ജീവിതത്തിനകത്ത് ഭാരമേറിയ വിഷയങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് മറ്റാർക്കുമില്ലാത്ത വിഷയങ്ങളായിരിക്കാം നിന്റെ ജീവിതത്തിനകത്ത്. എനിക്ക് മാത്രമാണല്ലോ ഇതെന്ന് ചോദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഞാൻ പറയട്ടെ, ദൈവം നിന്റെ മേൽ കണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലുള്ളവർക്ക് ഒരു വിടുതലിന് വേണ്ടി ആയിരിക്കാം ദൈവം നിന്നെ വിളിച്ച് പുറത്തിറക്കിയത്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ജോസഫിന്റെ ജീവിതത്തിൽ മറ്റാർക്കുമില്ലാത്ത അനുഭവം എന്താ? അവന്റെ മേൽ കൊടുത്ത ദർശനം. സ്തോത്രം. ആ കുടുംബത്തെ സംരക്ഷണം ചെയ്യുവാൻ, ആ കുടുംബത്തിനൊരു കരുതലാക്കി നിർത്തുവാൻ ദൈവം കണ്ടത് ജോസഫിനെയാ. ആ മിസ്രൈമിനെ സംരക്ഷിക്കേണ്ടതിനായി ദൈവം കണ്ടിരുന്നത് ജോസഫിനെയാ. സ്തോത്രം. അങ്ങനെ ഈ ദൈവം കണ്ടിട്ടുള്ളത് ചിലതിനകത്ത് ചില പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും. പക്ഷേ ലോകം കാണാത്ത ഒന്ന് അവന്റെ മേൽ ദൈവം ഇട്ടിട്ടുണ്ട്. സ്തോത്രം. കടന്നു പോകുമ്പോ ഇത് തിന്മയാണെന്ന് തോന്നിയിരിക്കാം, ലോകത്തിന് പറഞ്ഞിരിക്കാം, ഇവിടെ കൊണ്ട് അവ തീരുമെന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ ദൈവ പൈതലേ, നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എന്റെ മേൽ ഇട്ടിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാ ചിലത്. ഹല്ലേലൂയ. അതിലേക്കാ കടന്നു പോകുന്നതെന്ന്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ദോഷമായിട്ട് ഒന്നും വരുത്തുകയില്ല. സ്തോത്രം. തിന്മയ്ക്കല്ല, നന്മയ്ക്കായിട്ടുള്ള ദൈവത്തിന്റെ നിരൂപണങ്ങൾ ഈ പകൽക്കാലം കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിനകത്തും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് നാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. സ്തോത്രം. അവിടെയാ നമുക്ക് ജയിച്ചു കയറുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ചിലപ്പോൾ നാം സ്തോത്രം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വൈകി മറുപടി വന്നെന്നിരിക്കാം, നാം കരയുന്നുണ്ടായിരിക്കാം, ഉപവസിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, അത് അല്പം വൈകുന്നുണ്ടെങ്കിലും അതിനകത്ത് വേണ്ടി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടിയാ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഞാൻ പറയട്ടെ, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് തിരിച്ചറിയുക, അത് തിരിച്ചറിഞ്ഞോട്ട് മുന്നോട്ട് പോക. ദൈവം ദോഷമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുത്തുകയില്ല. തിന്മയ്ക്കായി കടന്നു വരുന്നതിനെ നന്മയ്ക്കായി കടത്തിവിടുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി ചേർക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ കടന്നു പോകുന്ന ഓരോ വിഷയത്തിനകത്തും ഹല്ലേലൂയ, ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്.
ഹല്ലേലൂയ. ആ ഒരു പദ്ധതിയിലേക്ക് കയറി കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും നഷ്ടം കടന്നു വന്നാൽ ദൈവം അതിനെ നികത്തി തരുവാനായിട്ട് ഇടയായിത്തീരും. നഷ്ടത്തിന്റെ ഒരു ലൈഫല്ല, പരാജയത്തിന്റെ ഒരു ലൈഫല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞത്. കാരണം ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവ് എത്രേ, മരണത്തെ ജയിച്ച കർത്താവ് എത്രേ. കർത്താവ് പരാജയപ്പെട്ടവനല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് പരാജയത്തിന്റെ കർത്താവല്ല, ജയത്തിന്റെ കർത്താവ് എത്രേ. ഹല്ലേലൂയ. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിശ്വമുള്ളവിടെ ഒന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട മരണത്തെയും പാതാളത്തെയും ജയിച്ച് കർത്താവ് പുറത്തു വന്നത്. സ്തോത്ര. ആ കർത്താവ് അത്രേ നമ്മെ ജയിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പരാജയം എന്ന് തോന്നിയാല അവിടെ നമ്മെ ജയിപ്പിച്ചു കയറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം പരാജയത്തിന്റെ വക്കിലാണോ? നിന്നെ ജയിക്കുന്ന കർത്താവ് നിന്റെ കരത്തിൽ പിടിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തെ. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഓരോ വിഷയത്തിനകത്തും ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. അവിടെ നീ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ നീ വേദനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ പദ്ധതി പ്രകാരം മുന്നോട്ട് പോക. ദൈവം നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നോണ്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വ്യക്തമായ പദ്ധതി ഉണ്ടല്ലോ. ദൈവവചനത്തിലുടനീളം ദൈവദാസന്മാരെ കർത്താവെ അങ്ങ് നടത്തിയ വിധങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുവാനായിട്ടിടയെത്തുന്നു. കഷ്ടതകളും നഷ്ടങ്ങളും പരാജയങ്ങളും ശൂന്യതകളും വേദനകളൊക്കെ കടന്നു വന്നു. പക്ഷേ അവിടെ ഒന്ന് തകരുവാൻ അനുവദിച്ചു കൊടുക്കാതെ അവരെ നന്മയിലേക്കും ദൈവ പദ്ധതിയിലേക്കും എത്തിച്ച് അവരെ കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയാക്കി തീർത്തുവല്ലോ കർത്താവെ. അങ്ങനെക്ക് തന്റെ ജനം കടന്നു പോകുമ്പോ കർത്താവെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ വിഷയത്തിനകത്ത് വ്യക്തമായി ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് ഈ പകൽക്കാലം ദൈവജനം തിരിച്ചറിയട്ടെ. ചിലതിനകത്ത് അവർ ഉറച്ചു നിൽക്കട്ടെ. ചിലതിനെ നേടിയെടുക്കുവാൻ, ഇവരിൽ കൂടി ദൈവനാമം മഹത്വപ്പെടുവാൻ, ഇവരിൽ കൂടി ദൈവത്തെ ഉയർത്തുവാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കി തീർക്ക്. പരാജയത്തിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ജയമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഇവരെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവ പദ്ധതികൾ വെളിപ്പെട്ടു വരട്ടെ. ഇവരുടെ തലമുറയെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വെളിപ്പെട്ടു വരട്ടെ. ഇവരുടെ ജോലി മേഖലയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ, ഇവരുടെ ബിസിനസ് മേഖലയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പകൽക്കാലം മുതൽ തെളിഞ്ഞു വരട്ടെ കർത്താവേ. ഇവരെ കുറിച്ച് കർത്താവെ അങ്ങ് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങളായിരിക്കുക. സ്തോത്രം. അത് നന്മയായിട്ട് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.